Hi all, welcome to Syllabus Decoding Clinic of Third Year BA English. ഞാൻ ആതിര. എൻ്റെ ഒപ്പം ഇന്ന് നമ്മളെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ തന്നെ അനുശ്രീ മാഡവും സുലൈഖ മാഡവും ഉണ്ട്. അവരെ കൂടി വെൽക്കം ചെയ്തിട്ട് നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, BA ഇംഗ്ലീഷ് തേർഡ് ഇയറിന്റെ സിലബസ് ഡീകോഡിംഗ് ആണ്. ഈ ഒരു സിലബസ് ഡീകോഡിങ്ങിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നമ്മുടെ ഈ കോഴ്സിന്റെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ഐഡിയാസും ഉണ്ടാവും, ഓൾറെഡി നിങ്ങൾ തേർഡ് ഇയർ ആയതുകൊണ്ട് തന്നെ. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ വരുന്ന കോഴ്സസ് എന്തൊക്കെയാണ്, എത്ര ബ്ലോക്സ് വരുന്നുണ്ട്, യൂണിറ്റ് വരുന്നുണ്ട്, ക്രെഡിറ്റ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. ദെൻ ഈ ഒരു സെഷൻ നിങ്ങളെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു ഓവറോൾ തേർഡ് ഇയറിന്റെ എന്താണ് ഒരു സ്ട്രക്ചർ എന്നുള്ളതും, എത്ര ബ്ലോക്സ് ഉണ്ട്, യൂണിറ്റ്സ് ഉണ്ട്, അങ്ങനെയുള്ള പലതരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടോ ഇതെല്ലാം തന്നെ ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു സെക്ഷൻ. വ്യക്തമായിട്ട് ബ്ലോക്സിനെ കുറിച്ചും യൂണിറ്റ്സിനെ കുറിച്ചും എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി തരുന്നതാണ്. അത് മാത്രമല്ല, നമ്മുടെ കോർ കോഴ്സസ്, ഇലക്ടീവ് കോഴ്സസ്, ഇതിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി തരുന്നതായിരിക്കും. ദെൻ നമ്മുടെ ഒരു മാപ്പിംഗ് എത്രത്തോളം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ സിലബസ് അതിനെ എങ്ങനെയൊക്കെ നമ്മുടെ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു പാത്തിലൂടെ നമ്മൾ എങ്ങനെ നമ്മുടെ ഈ സിലബസിനെ നമുക്ക് തന്നിട്ടുള്ള റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഈ ഒരു സെഷനിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ നമ്മുടെ ഈ ഒരു സെഷന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് സ്ട്രക്ചർ മനസ്സിലാക്കുക ആദ്യം തന്നെ, പിന്നെ ഓവറോൾ നമ്മുടെ സിലബസിന്റെ ഒരു ഓവർവ്യൂ, ദെൻ തേർഡ് ഇയറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീകോഡിങ്, നമ്മുടെ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡീകോഡിങ് ചെയ്യാം. ദെൻ സിലബസ് ടു ലേണിംഗ് സപ്പോർട്ട് മാപ്പിംഗ്, സിലബസും നമ്മുടെ ലേണിംഗ് തമ്മിലുള്ള ഒരു ജേർണി ഈസി ആക്കാൻ വേണ്ടി നമുക്ക് പലതരത്തിലുള്ള സപ്പോർട്ട് റിസോഴ്സസ് ഉണ്ട്. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ സിലബസ് ടു ലേണിംഗ് എങ്ങനെ കൊണ്ടുപോകുന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു മാപ്പിംഗ്. ദെൻ അഡ്വാൻസ് ലേണിംഗ് ടൂൾസ് ഓവർവ്യൂ, നമ്മുടെ ലേണിംഗ് ടൂൾസ്, റിസോഴ്സസ് ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഓവർവ്യൂ. ഇതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സിലബസ് സ്ട്രക്ചർ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു, നമ്മുടെ കോഡ് BAE-GH ആണ്. തേർഡ് ഇയറിലെ കോഴ്സസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ കോഴ്സസ് BE-GC അല്ലെങ്കിൽ BE-GE അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ ബ്ലോക്സ് ഉണ്ട്. ഈ ബ്ലോക്സിന്റെ ഉള്ളിൽ സ്പെസിഫിക് ടോപ്പിക്സ് കൊടുക്കുന്ന യൂണിറ്റ്സ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഓർഡർ വരുന്നത്. ഈ കോഴ്സിൽ ആ കോഡ്സ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. BE-GC ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് BE-GC 111, ഇങ്ങനെയാണ് നമ്മുടെ കോഡ്സ്, ഓരോ കോഴ്സിന്റെയും കോഡുകൾ വരിക. ഇതിൽ ഫസ്റ്റത്തെ BEG എന്ന് പറയുന്ന ഈ ലെറ്റേഴ്സ് നമ്മുടെ സബ്ജക്റ്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ബാച്ചലർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന BEG എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ സി എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സ് കാറ്റഗറി, അതായത് കോർ കോഴ്സ് ആണോ ഇലക്റ്റീവ് കോഴ്സ് ആണോ. ഇലക്റ്റീവ് ആണെങ്കിൽ BEGE ആയിരിക്കും. ഇ വന്നു കഴിഞ്ഞാൽ ഇലക്റ്റീവ്, സി ആണെങ്കിൽ കോർ കോഴ്സ്. ദെൻ ലാസ്റ്റ് വരുന്ന ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ന്യൂമറിക് കോഡാണ്. ലാസ്റ്റിലെ ഈ നമ്പേഴ്സ്. എന്താണ് യൂണിറ്റ്, എന്താണ് ബ്ലോക്ക് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം, നമുക്ക് ഓരോ കോഴ്സിലേക്ക് വരുമ്പോഴും അതിൽ ഡിഫറെന്റ് ബ്ലോക്സ് ഉണ്ടാവും. ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോഴ്സിന്റെ മേജർ സെക്ഷനാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ബ്ലോക്കില് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ജനറൽ സെക്ഷനാണ് ബ്ലോക്ക് എങ്കിൽ, അതിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു കോഴ്സിൽ ഒരു 3 or 4 ബ്ലോക്സ് ഉണ്ടാവും. ആ ബ്ലോക്സിൽ ഡിഫറെന്റ് യൂണിറ്റ്സും ഉണ്ടാവും. എന്തൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെയും ആ ഒരു സ്ട്രക്ചറൽ ടേംസ് എന്ന് നമുക്ക് നോക്കാം. കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കംപ്ലീറ്റ് സബ്ജക്ട് പേപ്പറിനെയാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു പ്രിന്റഡ് ബുക്ക്ലെറ്റ്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടോപ്പിക്സ് അടങ്ങിയിട്ടുള്ള പ്രിന്റഡ് ബുക്ക്ലെറ്റ് ആണ് ബ്ലോക്ക്. ഈ ബ്ലോക്സിന്റെ ഉള്ളിൽ വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിനെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ അക്കാദമിക് ടേംസിലേക്ക് വരുമ്പോൾ, സ്ട്രക്ചറൽ ടേംസിൽ കോഴ്സ്, ബ്ലോക്ക്, യൂണിറ്റ് ആണെങ്കിൽ, അക്കാദമിക് ടേംസിലേക്ക് വരുമ്പോൾ ക്രെഡിറ്റ്, തിയറി, പ്രാക്ടിക്കൽ ആണ് വരുന്നത്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ സബ്ജക്റ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന വർക്ക് ലോഡ്, നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിനെയാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 മണിക്കൂറാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റിന് ക്രെഡിറ്റ്സ് കൂടുതൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു പർട്ടിക്കുലർ കോഴ്സിലേക്ക്, ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലേക്ക് നമ്മൾ കൂടുതൽ എഫേർട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില പേപ്പേഴ്സിന് ക്രെഡിറ്റ്സ് കൂടുതൽ. ദെൻ തിയറി എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് ബേസ്ഡ് ലേണിംഗ് ആൻഡ് റിട്ടൺ എക്സാമിനേഷൻസ് വരുന്നതാണ് തിയറി. പ്രാക്ടിക്കൽ ആൻഡ് പ്രൊജക്ട്സ് നമ്മുടെ തേർഡ് ഇയറിന് ഇല്ല. പ്രാക്ടിക്കൽ ആൻഡ് പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് ആൻഡ് പ്രൊജക്ട്സ്. അപ്പൊ നമുക്ക് പ്രോഗ്രാമിനെ ഒന്ന് ഓവർവ്യൂ ചെയ്യാം.
അപ്പോൾ തേർഡ് ഇയറിൽ മൊത്തം 8 കോഴ്സസ് ആണ് വരുന്നത്. അതിൽ 4 കോർ കോഴ്സും 4 ഇലക്റ്റീവുമാണ് വരുന്നത്. ടോട്ടൽ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 48 ആണ്. ഒരു കോഴ്സിന് 6 ക്രെഡിറ്റ്സ് വെച്ചിട്ട് ടോട്ടൽ ക്രെഡിറ്റ്സ് 48 ആണ്. ഫുൾ പേപ്പേഴ്സും തിയറി പേപ്പേഴ്സ് ആണ്. അതെല്ലാം തന്നെ ഫുള്ളി അവൈലബിൾ ആണ്. ഇനി നമ്മുടെ തേർഡ് ഇയറിലെ കോഴ്സസ് എല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കാം. BEGC 111 Women's Writing, BEGC 112 British Literature Early 20th Century, BEGC 113 Modern European Drama, BEGC 114 Post Colonial Literature. ഇത് നാലും തന്നെ നമ്മുടെ കോർ പേപ്പേഴ്സ് ആണ്. ദെൻ ഇലക്ടീവ്സ് നോക്കാം. BEGE 141 Understanding Prose, BEGC 142 Understanding Drama, BEGE 143 Understanding Poetry, BEGE 144 Understanding Novel. ഇത് നാലും തന്നെ നമ്മുടെ ഇലക്റ്റീവ് കോഴ്സസ് ആണ്. നമുക്കിനി കോഴ്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഏതൊക്കെയാണ് എത്രയൊക്കെയാണ് ക്രെഡിറ്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. BEGC 111 Women's Writing 6 ക്രെഡിറ്റ് ആണ്, തിയറി പേപ്പർ ആണ്. BEGC 112 ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഏർലി 20th സെഞ്ചുറി 6 ക്രെഡിറ്റ്സ് ആണ്, തിയറി പേപ്പർ ആണ്. BEGC 113 മോഡേൺ യൂറോപ്യൻ ഡ്രാമ 6 ക്രെഡിറ്റ്സ്, തിയറി പേപ്പർ ആണ്. BEGC 114 പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ 6 ക്രെഡിറ്റ്സ്, തിയറി പേപ്പർ ആണ്. BEGE 141 അണ്ടർസ്റ്റാൻഡിംഗ് പ്രോസ് 6 ക്രെഡിറ്റ്സ് ആണ്, തിയറി പേപ്പർ ആണ്. BEGE 142 അണ്ടർസ്റ്റാൻഡിംഗ് ഡ്രാമ 6 ക്രെഡിറ്റ്സ് ആണ്, തിയറി പേപ്പർ ആണ്. BEGE 143 അണ്ടർസ്റ്റാൻഡിംഗ് പോയട്രി 6 ക്രെഡിറ്റ്സ് ആണ്, തിയറി പേപ്പർ ആണ്. BEGE 144 അണ്ടർസ്റ്റാൻഡിംഗ് നോവൽ 6 ക്രെഡിറ്റ്സ് ആണ്, തിയറി പേപ്പർ ആണ്. അങ്ങനെ മൊത്തം നമുക്ക് തേർഡ് ഇയറിൽ 8 കോഴ്സസ് ആണ് വരുന്നത്. 8 കോഴ്സസിൽ ഞാൻ പറഞ്ഞു 4 കോർ കോഴ്സസും 4 ഇലക്റ്റീവ് കോഴ്സസും ആണ് വരുന്നത്. ഇനിയുള്ള സ്ലൈഡ്സിൽ നമ്മൾ ഓരോ ബ്ലോക്കിലെ യൂണിറ്റ്സിനെയും എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ അനുശ്രീ മാമിനെ വെൽക്കം ചെയ്യുന്നു. ഓവർ ടു മാം. സോ യെസ്, നമ്മളിപ്പം ആതിര മാം പറഞ്ഞ പോലെ നമുക്ക് എത്ര പേപ്പേഴ്സ് പഠിക്കാനുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പൊ നമുക്ക് 8 പേപ്പേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ 8 പേപ്പേഴ്സിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ലൈക്ക് എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്, ലൈക്ക് ഓരോ പേപ്പറിനും എത്ര ബ്ലോക്സ് ഉണ്ട്, എത്ര തന്നെ യൂണിറ്റ്സ് ഉണ്ട്, ആ യൂണിറ്റ്സിലും ബ്ലോക്സിലും ഒക്കെ ആയിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടാണ്, നമ്മൾ ജസ്റ്റ് ഹെഡിങ്സ് മാത്രമാണ് പറഞ്ഞു പോവുക. നിങ്ങൾക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടാനാണ് എന്തൊക്കെ ടോപ്പിക്സിലൂടെ ആയിരിക്കും നമ്മൾ ഈ ഒരു തേർഡ് ഇയറിൽ പോകുന്നുണ്ടാവുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഓരോ പേപ്പർ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന പേപ്പർ BEGC 111 വിമൻസ് റൈറ്റിംഗ് ആണ്. വിമൻസ് റൈറ്റിംഗിൽ ബ്ലോക്ക് 1 നോൺ ഫിക്ഷണൽ പ്രോസ് ആണ്. അതിൽ തന്നെ നമുക്ക് 4 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു വിമൻസ് റൈറ്റിംഗ്. സെക്കൻഡ് യൂണിറ്റ് മേരി wollstonecraft's എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൻ. യൂണിറ്റ് 3 എ വുമൻസ് റീടെല്ലിംഗ് ഓഫ് ദ രാമ ടെയിൽ. യൂണിറ്റ് 4 എ ടെസ്റ്റിമണി ഓഫ് അവർ ഇൻഎക്സോസ്റ്റിബിൾ ട്രഷർ. ഇങ്ങനെ ബ്ലോക്ക് 1 4 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് പോയിട്രി ആണ്. യൂണിറ്റ് 1 എമിലി ഡിക്കിൻസൺ. യൂണിറ്റ് 2 കമലാദാസ്. യൂണിറ്റ് 3 ലക്ഷ്മി കണ്ണൻ ആൻഡ് ഇന്ദ്രാസാന്ത്. യൂണിറ്റ് 4 നസീം ഷഫായി. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറീസ് ആണ്. എത്രയൊക്കെ ഷോർട്ട് സ്റ്റോറീസ് ആണ്? നമുക്ക് 4 ഷോർട്ട് സ്റ്റോറീസ് പഠിക്കാനുണ്ട് 4 യൂണിറ്റ്സിലായിട്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിറ്റ് 1 എ കപ്പ് ഓഫ് ടീ. യൂണിറ്റ് 2 ദ ലെഗസി. യൂണിറ്റ് 3 ദി യെല്ലോ വാൾപേപ്പർ. യൂണിറ്റ് 4 എ കിച്ചൺ ഇൻ ദ കോർണർ ഓഫ് ദി ഹൗസ്. ഈ 4 ഷോർട്ട് സ്റ്റോറീസ് ആണ് ബ്ലോക്ക് 3 പഠിക്കാനുള്ളത്. ആൻഡ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത് നോവലാണ്. നോവൽസ് ആണ് പഠിക്കാനുള്ളത്. ആൻഡ് ലൈക്ക് അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ നോവൽ. നമുക്ക് ഏത് നോവലാണോ പഠിക്കാനുള്ളത് ആ നോവലിന്റെ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആണ്. യൂണിറ്റ് 2 റീഡിംഗ് ദി നോവൽ. യൂണിറ്റ് 3 തീംസ് ആൻഡ് വിമൻ ക്യാരക്ടേഴ്സ്. യൂണിറ്റ് 4 സ്ട്രക്ചർ ഓഫ് ദ നോവൽ. ഓക്കെ, വിമൻസ് റൈറ്റിംഗ് എന്ന പേപ്പറിൽ നമുക്ക് അങ്ങനെ 4 ബ്ലോക്സ് ആണ്. നെക്സ്റ്റ് ഇസ് BEGC 112 ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഏർലി 20th സെഞ്ചുറി. അതിൽ ബ്ലോക്ക് 1 മോഡേണിസം ആണ് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 നമുക്ക് 4 യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ് 1 മോഡേണിസം. യൂണിറ്റ് 2 മോഡേണിസം ഇൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. യൂണിറ്റ് 3 മോഡേണിസം ഇൻ പോയിട്രി. യൂണിറ്റ് 4 മോഡേണിസം ഇൻ ഡ്രാമ. ആൻഡ് ബ്ലോക്ക് 2 വരുമ്പോൾ നോവൽ ആണ്. യൂണിറ്റ് അതിൽ തന്നെ 4 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് ദ ഏർലി 20th സെഞ്ചുറി നോവൽ. യൂണിറ്റ് 2 DH ലോറൻസ്. യൂണിറ്റ് 3 സൺസ് ആൻഡ് ലവേഴ്സ് അനാലിസിസ്. യൂണിറ്റ് 4 സൺസ് ആൻഡ് ലവേഴ്സ് തീംസ്. നെക്സ്റ്റ് ബ്ലോക്ക് 3 ആണ്, നോവൽ തന്നെയാണ്. ആൻഡ് അതിലും നമുക്ക് 4 യൂണിറ്റ്സ് ആണുള്ളത്. മിസസ് ഡാലോവി ആണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. ആൻഡ് അതിലെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആണ്. യൂണിറ്റ് 2 വെർജീനിയ വൂൾഫ്. യൂണിറ്റ് 3 മിസസ് ഡാലോവി അനാലിസിസ്.
യൂണിറ്റ് 4 മിസസ് ഡാലോവേ തീംസ്. നെക്സ്റ്റ് ഇസ് ബ്ലോക്ക് 4. അതിൽ നമുക്ക് പോയിട്രി ആണ് പഠിക്കാനുള്ളത്. ആൻഡ് നമ്മൾ അതിൽ 4 പോയിറ്റ്സിനെ പഠിക്കുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് യൂണിറ്റിൽ WB Yeats ആണ്. യൂണിറ്റ് 2 T.S. Eliot ആണ്. യൂണിറ്റ് 3 WH Auden ആണ്. ആൻഡ് യൂണിറ്റ് 4 സ്റ്റീഫൻ സ്പെൻഡർ ആണ്. ഓക്കെ, അങ്ങനെ 4 ബ്ലോക്സ് ആണ് നമുക്ക് BGC 112 നെക്സ്റ്റ് ഇസ് BGC 113 മോഡേൺ യൂറോപ്യൻ ഡ്രാമ പേപ്പർ ആണ്. നമുക്ക് നോക്കാം എത്രയൊക്കെ ഡ്രാമാസ് ആണ്. നമുക്ക് ടോട്ടൽ ഒരു 4 ഡ്രാമയാണ് പഠിക്കാനുള്ളത്. ആ 4 ഡ്രാമയും 4 ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഡ്രാമ എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്ലോക്കിലെയാണ്. ഹെൻറി കിബ്സന്റെ ഗോസ്റ്റ് എന്ന് പറയുന്ന ഡ്രാമയാണ്. അതിൽ നമുക്ക് 4 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. യൂണിറ്റ് 1 ഹെൻറി കിബ്സൺ ലൈഫ് ടൈംസ്. യൂണിറ്റ് 2 റിയലിസം ആൻഡ് ബയോണ്ട്. യൂണിറ്റ് 3 തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ. യൂണിറ്റ് 4 സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ. ബ്ലോക്ക് 2 നമുക്ക് ബെർട്ടോൾ ബ്രെച്റ്റിന്റെ ഒരു ഡ്രാമയാണ് പഠിക്കാനുള്ളത്. അഗെയിൻ 4 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 1 ലൈഫ് ടൈംസ് വർക്ക്സ്. യൂണിറ്റ് 2 പൊളിറ്റിക്സ് സോഷ്യൽ ചേഞ്ച് സ്റ്റേജ്. യൂണിറ്റ് 3 തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ. യൂണിറ്റ് 4 സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ. ഓക്കെ, ബ്ലോക്ക് 3 വരുന്ന സമയത്ത് വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന ഡ്രാമയാണ് പഠിക്കാനുള്ളത്, സാമുവൽ ബെക്കറ്റിന്റെ. ആൻഡ് അതിൽ നമുക്ക് 4 യൂണിറ്റ്സ് തന്നെയാണുള്ളത്. വെയിറ്റിംഗ് ഫോർ ഗോദോ ഫസ്റ്റ് യൂണിറ്റ്. യൂണിറ്റ് 2 ദ തിയേറ്റർ ഓഫ് ദി അബ്സേർഡ്. യൂണിറ്റ് 3 തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ. യൂണിറ്റ് 4 സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ. നെക്സ്റ്റ് ഇസ് ബ്ലോക്ക് 4 യുജീൻ എനസ്കോയുടെ ഒരു ഡ്രാമയാണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 1 അതിൽ തന്നെ 4 യൂണിറ്റ്സ് ആണ് ഉള്ളത്. നമുക്ക് എല്ലാ ബ്ലോക്സിലായിട്ട് 4 യൂണിറ്റ്സ് തന്നെയാണ് ഡ്രാമ പേപ്പറിലുള്ളത്. യൂണിറ്റ് 1 ലൈഫ് ടൈംസ് വർക്ക്സ്. യൂണിറ്റ് 2 ട്രാജഡി ആൻഡ് ഹെറോയിസം. യൂണിറ്റ് 3 തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ. യൂണിറ്റ് 4 സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ. ഓക്കെ, BGC 113 ഡ്രാമ പേപ്പറിൽ നമുക്ക് 4 ഡ്രാമാസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് BGC 114 പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചേഴ്സ്. ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലും നമുക്ക് 4 ബ്ലോക്സ് ആണുള്ളത്. ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് നോവലാണ് പഠിക്കാനുള്ളത്. നന്ദായൻ ഗോഡിമറിന്റെ ഒരു നോവലാണ്. ആൻഡ് യൂണിറ്റ് 1 നമുക്ക് 4 യൂണിറ്റ്സ് ആണ് അതിലുള്ളത്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു റൈറ്റിംഗ്സ് ഫ്രം സൗത്ത് ആഫ്രിക്ക. യൂണിറ്റ് 2 റീഡിംഗ് ദ ടെക്സ്റ്റ്. യൂണിറ്റ് 3 സോഷ്യൽ കോൺഫിഗറേഷൻസ്. യൂണിറ്റ് 4 പ്രോബ്ലമറ്റൈസിംഗ് ജെൻഡർ. നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറീസ് ആണ്. ഷോർട്ട് സ്റ്റോറീസ് യൂണിറ്റ് 1 introduction to post colonial short story. Unit 2 Bessie Head. Unit 3 Ama Atto Ado. Unit 4 Grace Orgod. ഷോർട്ട് സ്റ്റോറീസ് നമുക്ക് 3 ഷോർട്ട് സ്റ്റോറീസ് ആണ് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. ആൻഡ് ബ്ലോക്ക് 3 പോയിട്രീസ് ആണ് പഠിക്കാനുള്ളത്. അവിടെ നമുക്ക് 3 പോയിറ്റ്സിനെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ആൻഡ് യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു പോയിട്രി ഇൻ പോസ്റ്റ് കൊളോണിയൽ സ്പേസ്. പോസ്റ്റ് കൊളോണിയൽ സ്പേസിൽ പോയിട്രി എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് കൊളോണിയൽ പോയിറ്റ്സ് ഏതൊക്കെയായിരുന്നു, അതിന്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 2 പാബ്ലോ നെരൂദ, നമ്മളൊരു പോയിറ്റിനെ എടുത്ത് പഠിക്കുകയാണ്. യൂണിറ്റ് 3 ഡെറക് വാൾക്കോട്ട്. യൂണിറ്റ് 4 ഡേവിഡ് മെലോഫ്. ആൻഡ് ബ്ലോക്ക് 4 വരുമ്പോൾ ഒരു ഡ്രാമയാണ് വി ടെൻഡുൽക്കർ. യൂണിറ്റ് 1 തിയേറ്റർ ഇൻ ഇന്ത്യ ആണ്. യൂണിറ്റ് 2 റീഡിംഗ് ഖഷിറാം കോട്ട്വാൽ. അതാണ് ആ ഒരു ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ വർക്കിന്റെ പേര്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് പ്ലോട്ട് ആൻഡ് ടെക്നിക് ആണ്. യൂണിറ്റ് 4 തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ. ഓക്കെ, 4 ബ്ലോക്സ് തന്നെയാണ് നമുക്ക് BGC 114 പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചേഴ്സിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഇസ് BGE 141 അണ്ടർസ്റ്റാൻഡിംഗ് പ്രോസ്. ഓക്കെ, അഗെയിൻ 4 ബ്ലോക്സ് ആണ്. ബ്ലോക്ക് 1 നമ്മൾ വെറൈറ്റീസ് ഓഫ് പ്രോസ് ആണ് പഠിക്കുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുന്നത്. യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിംഗ് പ്രോസ്. യൂണിറ്റ് 2 ഡിസ്ക്രിപ്റ്റീവ് പ്രോസ്. യൂണിറ്റ് 3 നാരറ്റീവ് പ്രോസ്. യൂണിറ്റ് 4 എക്സ്പോസിറ്ററി പ്രോസ്. നമ്മൾ വെറൈറ്റീസ് ഓഫ് പ്രോസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസിനെ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത് ബ്ലോക്ക് 1. ഇനി ബ്ലോക്ക് 2 വരുന്ന സമയത്ത് ഫോംസ് ഓഫ് പ്രോസ്. നമ്മൾ ആ പ്രോസിന്റെ തന്നെ ഒരു എക്സാമ്പിൾസ് ആയിട്ടുള്ള കുറച്ച് 4 പ്രോസസ് പഠിക്കുന്നുണ്ട്. യൂണിറ്റ് 1 മിസറി ആന്റോൺ ചെക്കോവിന്റെ. പിന്നെ യൂണിറ്റ് 2 മദർ ജൂഡ വെയ്റ്റന്റെ. യൂണിറ്റ് 3 ഷൂട്ടിംഗ് ആൻ എലിഫന്റ്. യൂണിറ്റ് 4 ഓൺ സീയിങ് ഇംഗ്ലണ്ട്. അങ്ങനെ നമ്മൾ 4 ഫോംസ് ഓഫ് പ്രോസ് പഠിക്കുന്നുണ്ട് ബ്ലോക്ക് 2. ആൻഡ് ബ്ലോക്ക് 3 വരുമ്പോൾ ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി ആണ്. ആൻഡ് അതിൽ തന്നെ 4 യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ. യൂണിറ്റ് 2 ഗാന്ധി ഓട്ടോബയോഗ്രഫി. യൂണിറ്റ് 3 ബർട്രാൻഡ് റസൽസ് ഓട്ടോബയോഗ്രഫി. യൂണിറ്റ് 4 ലിറ്റൺ സ്റ്റാച്യൂസ് ക്വീൻ വിക്ടോറിയ. ഓക്കെ, 4 യൂണിറ്റ്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ബ്ലോക്ക് 4 ഡയറി സ്പീച്ച് ലെറ്റേഴ്സ്. അതിൽ തന്നെ 4 യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ് 1 ആൻ ഫ്രാങ്ക്സ് ഡയറിയാണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡയറിയാണ് അല്ലേ അത്. നെക്സ്റ്റ് ഇസ് യൂണിറ്റ് 2 മാർഗരറ്റ് ലോറൻസസ് സ്പീച്ച്. ഒരു സ്പീച്ച് ആണ് പഠിക്കാനുള്ളത്. ആൻഡ് യൂണിറ്റ് 3 നെഹ്റൂസ് ലെറ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 4 ട്രാവലോഗ് ആണ്. ബിൽ എയ്റ്റ്കന്റെ ഒരു ട്രാവലോഗ് ആണ്.
മീൻസ് ട്രാവൽസിനെ കുറിച്ചിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് ഈ ട്രാവലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് പ്രോസിൽ 4 ബ്ലോക്സ് ആണ് ടോട്ടൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഇസ് BEGE 142 അണ്ടർസ്റ്റാൻഡിങ് ഡ്രാമ. ഓക്കെ, ബ്ലോക്ക് 1 ഡ്രാമ ഇൻട്രൊഡക്ഷൻ. ഡ്രാമയെ കുറിച്ച് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആണ് പഠിക്കുന്നത്. അതിൽ തന്നെ 4 യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ് 1 ഡ്രാമ ആൻഡ് തിയേറ്റർ, യൂണിറ്റ് 2 ആസ്പെക്ട്സ് ഓഫ് ഡ്രാമ, യൂണിറ്റ് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രാമ, യൂണിറ്റ് 4 ഡെവലപ്മെന്റ്സ് ഇൻ 20th സെഞ്ചുറി. ഓക്കെ, ആൻഡ് ബ്ലോക്ക് 2 വരുന്ന സമയത്ത് നമ്മൾ ആർത്തർ മില്ലറിന്റെ ഒരു വർക്കാണ് പഠിക്കുന്നത്, ഓൾ മൈ സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ തന്നെ 4 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. യൂണിറ്റ് 1 അമേരിക്കൻ ഡ്രാമ, യൂണിറ്റ് 2 ഓൾ മൈ സൺസ് നമ്മൾ പഠിക്കുകയാണ് ആ ഒരു ടെക്സ്റ്റിനെ. യൂണിറ്റ് 3 ആ ഒരു പെർട്ടിക്കുലർ വർക്കിന്റെ തിമാറ്റിക് കൺസേൺസ് നമ്മൾ നോക്കുകയാണ്. യൂണിറ്റ് 4 ക്യാരക്ടറൈസേഷൻ. നെക്സ്റ്റ് ഇസ് ബ്ലോക്ക് 3 മോഹൻ രാകേഷ്. യൂണിറ്റ് 1 അതിലും നമുക്ക് 4 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 1 ഹാഫ് എ ഹൗസ് റീഡിംഗ്, യൂണിറ്റ് 2 മിഡിൽ ക്ലാസ് കൺസേൺസ്, യൂണിറ്റ് 3 വിമൻ ആൻഡ് സൊസൈറ്റി, യൂണിറ്റ് 4 ഡ്രമാറ്റിക് ഫോം. നെക്സ്റ്റ് ഇസ് ബ്ലോക്ക് 4 ഗുഗിവ തിയാഗോയുടെ ഒരു ആഫ്രിക്കൻ ഡ്രാമ ഒരു വർക്കാണ്. ആൻഡ് അതിൽ നമുക്ക് 4 യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ് 1 നമ്മൾ ആഫ്രിക്കൻ ഡ്രാമയെ കുറിച്ച് പഠിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. യൂണിറ്റ് 2 ഗുഗീസ് ലൈഫ് ആൻഡ് വേൾഡ് വ്യൂ. ആൻഡ് യൂണിറ്റ് 3 ട്രയൽ ഓഫ് ടേഡൻ കിമാത്തി, ആ ടെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 4 ഇവാലുവേറ്റിംഗ് ദ ടെക്സ്റ്റ്. ഓക്കെ, അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ഡ്രാമയിൽ നമുക്ക് അഗെയിൻ 4 ബ്ലോക്സ് ആണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഇസ് BEGE 143 അണ്ടർസ്റ്റാൻഡിങ് പോയിട്രി. പോയിട്രി ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ആൻഡ് ബ്ലോക്ക് 1 ബ്രിട്ടീഷ് പോയിട്രി ആണ്, വിച്ച് മീൻസ് ബ്രിട്ടീഷ് പോയിട്രി നമ്മളൊന്ന് പഠിക്കുകയാണ്, പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. യൂണിറ്റ് 1 പോയിട്രി ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണ്. യൂണിറ്റ് 2 മെറ്റഫിസിക്കൽ പോയിറ്റ്സ്, യൂണിറ്റ് 3 റൊമാൻറ്റിക് പോയിറ്റ്സ്, യൂണിറ്റ് 4 വിക്ടോറിയൻ പോയിറ്റ്സ്. ഓക്കെ, ബ്ലോക്ക് 1 നമ്മൾ പോയിട്രിയെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുകയാണ് ചെയ്യുക, അത് പഠിക്കുന്നതിലൂടെ. ആൻഡ് ബ്ലോക്ക് 2 വരുന്ന സമയത്ത് അമേരിക്കൻ പോയിട്രി നമ്മൾ പരിചയപ്പെടുവാണ്. ആൻഡ് അവിടുത്തെ തന്നെ കുറച്ച് പോയിറ്റ്സിനെയും, അതായത് 4 പോയിറ്റ്സിനെ മെയിൻലി 4 യൂണിറ്റ്സും ഉണ്ട്. യൂണിറ്റ് 1 റോബർട്ട് ഫ്രോസ്റ്റ്, യൂണിറ്റ് 2 വില്യം കാർലോ വില്യംസ്, യൂണിറ്റ് 3 വാലസ് സ്റ്റീവൻസ്, യൂണിറ്റ് 4 ലാങ്സ്റ്റൺ ഹ്യൂസ്. നെക്സ്റ്റ് ബ്ലോക്ക് 3 ആണ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയിട്രി ആണ്. അപ്പൊ നമ്മൾ ബ്ലോക്ക് 3 വരുന്ന സമയത്ത് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയിട്രി പരിചയപ്പെടുവാണ്. അതോടൊപ്പം തന്നെ 4 ഇന്ത്യൻ ഇംഗ്ലീഷ് പോയിറ്റ്സിനെയും പരിചയപ്പെടുകയാണ്. ഓക്കെ, ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. യൂണിറ്റ് 1 നിസിം എസിക്കൽ ആൻഡ് യൂനിസ് ഡിസോസയാണ്. യൂണിറ്റ് 2 AK രാമാനുജൻ ആൻഡ് ജയന്ത മഹാപാത്ര. ആൻഡ് യൂണിറ്റ് 3 അരുൺ കൊലാദ്കർ ആൻഡ് അഗ ഷാഹിദ് അലി. യൂണിറ്റ് 4 ദിലീപ് ചിത്രെ ആൻഡ് KK ആൻഡ് ദാരുവാല. ഓക്കെ, ആക്ച്വലി ടോട്ടൽ 8 പോയിറ്റ്സ് ആണ്. ആൻഡ് ദെൻ ബ്ലോക്ക് 4 വരുമ്പോൾ പോയിട്രി ഫ്രം ദ മാർജിൻസ്. ഓക്കെ, അതിലും നമുക്ക് 4 വർക്ക്സ് പഠിക്കാനുണ്ട്. 4 യൂണിറ്റ്സ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. യൂണിറ്റ് 1 കിം പാംസിംഗ്, യൂണിറ്റ് 2 നിർമ്മല പുത്തുൽ, യൂണിറ്റ് 3 ജ്യോതി ലഞ്ചേശ്വർ, യൂണിറ്റ് 4 സുകൃത റാണി. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് BGE 143 4 പഠിക്കാനായിട്ട്. നെക്സ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് BEGE 144 അണ്ടർസ്റ്റാൻഡിങ് ദ നോവൽ. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ നോവലിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, ഒരു ഇൻട്രഡക്ഷൻ പോലെ. അതാണ് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ 4 യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ദ നോവൽ, യൂണിറ്റ് 2 ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ 1, യൂണിറ്റ് 3 ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ 2, യൂണിറ്റ് 4 ഫ്യൂച്ചർ ഓഫ് ദ നോവൽ. നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ നമ്മൾ കേറ്റ് ഷോപ്പന്റെ ഒരു വർക്ക് പഠിക്കുകയാണ്. അതിൽ 4 യൂണിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ലൊക്കേറ്റിംഗ് ദി അവേക്കനിങ്. ദി അവേക്കനിങ് എന്ന് പറഞ്ഞിട്ടൊരു വർക്കാണ്, അതിന്റെ പേരാണത്. ആൻഡ് യൂണിറ്റ് 2 എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റലൈസിംഗ് ആണ്. യൂണിറ്റ് 3 ക്രിട്ടിക്കൽ റെസ്പോൺസസ്, യൂണിറ്റ് 4 ക്രിട്ടിക്കൽ അപ്രോച്ചസ്. നെക്സ്റ്റ് ബ്ലോക്ക് 3 വരുമ്പോൾ ഗോപിനാഥ് മൊഹാന്തിയുടെ വർക്കാണ് പഠിക്കുന്നത്, ഒരു നോവലാണ് പഠിക്കുന്നത്. ആൻഡ് അത് തന്നെ നമുക്ക് 4 യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ് 1 ലൊക്കേറ്റിംഗ് പരാജ, യൂണിറ്റ് 2 സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, Unit 3 themes and plot, Unit 4 a novel in translation. Okay, and next is block 4. Again നമ്മൾ അടുത്തൊരു ഓത്തറിനെ പഠിക്കുകയാണ്, ചിന്നു അച്ചേബെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓത്തറാണ്. ആൻഡ് യൂണിറ്റ് 1 നമുക്ക് ആഫ്രിക്ക എ ബ്രീഫ് സർവേ. ആൻഡ് നെക്സ്റ്റ് യൂണിറ്റ് 2 ലൈഫ് വർക്ക്സ് ലിറ്ററേച്ചർ, യൂണിറ്റ് 3 തിങ്സ് ഫോൾ അപ്പാർട്ട് അനാലിസിസ്, യൂണിറ്റ് 4 സ്പെസിഫിക് ഫീച്ചേഴ്സ്. സോ ബ്ലോക്ക് 4 ചിന്നു അച്ചേബയുടെ തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറഞ്ഞ വർക്കാണ് പഠിക്കുന്നത്. അത് തന്നെ നമുക്ക് 4 യൂണിറ്റ്സ് തന്നെയാണ് പഠിക്കാനുള്ളത്. സോ ടോട്ടൽ നോക്കുന്ന സമയത്ത് BGE 144 നമുക്ക് 4 ബ്ലോക്സ് തന്നെയാണ് ഉള്ളത്. അതിൽ തന്നെ ഫസ്റ്റ് ബ്ലോക്ക് നോവലിന്റെ ഒരു ഇൻട്രഡക്ഷനും, സെക്കൻഡ് ബ്ലോക്കും, തേർഡ് ബ്ലോക്കും, ഫോർത്ത് ബ്ലോക്കും നമുക്ക് 3 വർക്ക്സ് പഠിക്കാനുള്ളതുമാണുള്ളത്. ഓക്കെ,
സോ നമ്മളിപ്പോൾ ഓരോ പേപ്പേഴ്സിനും എത്ര ബ്ലോക്സ് ഉണ്ട്, എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്നൊക്കെ നോക്കിയല്ലേ. ഇനി നമുക്ക് അതിന്റെ ക്രെഡിറ്റ്സും കൂടെ നോക്കാം. ഓൾറെഡി നമുക്ക് നേരത്തെ നമ്മൾ നോക്കിയതാണ്, ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് പറയാം. ഓക്കെ, ഫസ്റ്റ് ഇസ് വിമൻസ് റൈറ്റിംഗ്. വിമൻസ് റൈറ്റിംഗിൽ 4 ബ്ലോക്സ് ആണ്, 16 യൂണിറ്റ്സ് ആണ്, 6 ക്രെഡിറ്റ്സ് ആണ്. നെക്സ്റ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഏർലി 20th സെഞ്ചുറി 5 ബ്ലോക്സ് ആണ്, 16 യൂണിറ്റ്സ് ആണ്, 6 ക്രെഡിറ്റ്സ് ആണ്. നെക്സ്റ്റ് മോഡേൺ യൂറോപ്യൻ ഡ്രാമ 4 ബ്ലോക്സ് ആണ്, 16 യൂണിറ്റ്സ് ആണ്, 6 ക്രെഡിറ്റ്സ് ആണ്. നെക്സ്റ്റ് ഇസ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചേഴ്സ് 4 ബ്ലോക്സ്, 16 യൂണിറ്റ്സ്, 6 credits. Next, understanding prose, 4 blocks, 16 units, 6 credits. Next, understanding drama, 4 blocks, 16 units, 6 credits. Next paper is understanding poetry, 4 blocks, 16 units, 6 credits. Last paper is understanding the novel, 4 blocks, 16 units, 6 credits. സോ നമുക്ക് ഓൾ ടുഗെദർ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ എല്ലാ പേപ്പേഴ്സിനും 6 ക്രെഡിറ്റ്സ് ആണുള്ളത്. ഈക്വൽ ക്രെഡിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഈക്വലി എല്ലാ പേപ്പറിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം പഠിക്കാൻ. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ പേപ്പറിലും എന്താണ്, ഒരു പേപ്പർ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും നമുക്ക് 4 ബ്ലോക്സ് തന്നെയാണ് അല്ലേ ഉള്ളത്. അത്രയും ഓവർലോഡ് ഒന്നും അല്ല. അതായത് നമ്മൾ 16 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്കും ഓവർലോഡഡ് ആയിട്ടുള്ള മെറ്റീരിയലോ ടോപ്പിക്സോ ഒന്നും അല്ല നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സ് തന്നെയാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഈ ഒരു അനാലിസിസ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് വർക്ക്സേ പഠിക്കാനുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 4 കോർ പേപ്പേഴ്സും 4 ഫോം അനാലിസിസ്, പോയിട്രി, അണ്ടർസ്റ്റാൻഡിങ് നോവൽ എന്ന് പറയുന്ന ആ ഒരു 4 പേപ്പേഴ്സിൽ നമ്മൾ നോക്കിയപ്പോൾ, അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡീകോഡ് ചെയ്ത സമയത്ത് അതിന്റെ എല്ലാ ഫസ്റ്റ് ബ്ലോക്സിലും നമുക്ക് കാണാൻ സാധിക്കും എന്താണ് പ്രോസ്, എന്താണ് ഡ്രാമ, എന്താണ് പോയിട്രി, എന്താണ് നോവൽ എന്നുള്ളതിനെ പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്ന 4 പേപ്പേഴ്സ് ആണ് ഈ പറഞ്ഞ 4 പേപ്പേഴ്സ്. ഇതൊക്കെ തന്നെ, ഈ 4 പേപ്പേഴ്സ് ഒക്കെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ആ വർക്ക്സിനോടാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലത്തെ അണ്ടർസ്റ്റാൻഡിങ് പ്രോസും ഡ്രാമയും പോയിട്രിയും നോവൽ, ആ 4 പേപ്പേഴ്സും അതിന്റെ ഫോം, അതായത് പ്രോസ്, ഡ്രാമ, പോയിട്രി, നോവൽ, ഈ ഡിഫറെന്റ് ഫോംസിനെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് ഈ അണ്ടർസ്റ്റാൻഡിങ് പ്രോസ്, അണ്ടർസ്റ്റാൻഡിങ് ഡ്രാമ, അണ്ടർസ്റ്റാൻഡിങ്. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സിലബസ് ഡീകോഡിങ് അല്ലെങ്കിൽ സിലബസ് മാപ്പിംഗ് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നതെന്ന് നമുക്ക് ഓരോ ഇയറിലേക്ക് കടക്കുമ്പോഴും നിങ്ങൾക്ക് സിലബസ് ഡീകോഡിങ് തരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതെന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു അക്കാദമിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ് നമ്മുടെ മുമ്പിലേക്ക് തരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് അത് നോക്കി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻസ് ഒഴിവാക്കാനും ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബ്ലോക്സ്, എന്തൊക്കെയാണ് യൂണിറ്റ്സ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സിലബസ് മാപ്പിംഗ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ അത് മാത്രമല്ല, നമുക്കിവിടെ നിങ്ങൾക്ക് എന്തൊക്കെ റിസോഴ്സസ് ആണ്, നമുക്ക് ഇത്രയും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഇതിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസോഴ്സസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റിസോഴ്സസ് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതും നമ്മളിവിടെ പറഞ്ഞിരുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു നോവൽ ആണെങ്കിൽ അതിന് ഏത് തരം റിസോഴ്സസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള നോവൽ ആണെങ്കിൽ അതിന് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും കൂടുതൽ ചൂസ് ചെയ്യുന്നത് നല്ലത്. കാരണം നമുക്ക് യൂണിറ്റ് ബൈ യൂണിറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി നമുക്കത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതേപോലെ നമുക്ക് നമ്മുടെ ഏരിയാസ് ഏതൊക്കെ റിസോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് പഠിച്ച് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല അസൈൻമെന്റ്സ്, നമ്മുടെ റിവിഷൻ, ഇതിനെല്ലാം കുറിച്ച് തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്സ് നമുക്ക് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സിലബസ് മാപ്പിംഗ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ലേൺ വൈസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള കുറച്ച് റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നിങ്ങൾക്ക് എല്ലാം തന്നെ അറിയുന്നതായിരിക്കും, എന്നാലും നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു പോകും. ഫസ്റ്റ് വൺ ഈസ് റെക്കോർഡ് ലെക്ചേഴ്സ്. നമുക്കറിയാം നമ്മുടെ ആപ്പിൽ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സുകളുടെയും റെക്കോർഡ് ലെക്ചേഴ്സ് അവൈലബിൾ ആണ്. യൂണിറ്റ് പെർ യൂണിറ്റ് ആയിട്ട് എല്ലാ യൂണിറ്റിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് തന്നെ നമുക്ക് ഓരോ റെക്കോർഡ് ലെക്ചേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്.
ദെൻ ഈ റെക്കോർഡഡ് ലെക്ചേഴ്സ് ഓരോന്നും നമുക്ക് എങ്ങനെ കാണണം, എപ്പോൾ കാണണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം മെന്റേഴ്സ് വഴി നിങ്ങൾക്ക് ടൈം ടേബിൾസ് കിട്ടുകയും ഈ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ റെക്കോർഡഡ് ലെക്ചേഴ്സ് കണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബ്ലോക്കിന്റെയും റെക്കോർഡഡ് ലെക്ചേഴ്സ് ഞാൻ പറഞ്ഞു യൂണിറ്റ് ബൈ യൂണിറ്റ് ആണ്. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബ്ലോക്കിന്റെയും ലൈവ് സെഷൻസ് നമുക്കുണ്ടാവും. ഈ സെഷനിൽ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ്, അതേപോലെ തന്നെ ഒരു ഫുൾ ബ്ലോക്കിനെ നമുക്ക് ബ്രീഫായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ആ മൊത്തം ബ്ലോക്കിനെ നമ്മൾ ഒരു 1 അവറിൽ ലൈവ് സെഷനിൽ നിങ്ങൾക്കൊന്ന് റിവിഷൻ പോലെ പറഞ്ഞു തരുവാണ്. ഈ സമയത്ത് നമുക്ക് റെക്കോർഡഡ് കാണുമ്പോൾ വന്ന ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ലൈവ് സെഷൻസിൽ ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. ദെൻ വാല്യൂ ആഡഡ് നോട്ട്സ്. ഓരോ ബ്ലോക്കിനെയും നമുക്ക് പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് പറ്റിയ നോട്ട്സ് ആണ് വാല്യൂ ആഡഡ് നോട്ട്സ്. വാല്യൂ ആഡഡ് നോട്ട്സിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് ഓരോ ബ്ലോക്സിന്റെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടും അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ട്സ് വാല്യൂ ആഡഡ് നോട്ട്സിൽ കൊടുക്കുന്നതായിരിക്കും. ദെൻ എക്സാം സ്പെഷ്യൽ ഗൈഡ്, അതായത് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെ ഏരിയാസിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യണം, ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഡൗട്ട്സ് എല്ലാം വരുമ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ടാണ് നമ്മൾ എക്സാം സ്പെഷ്യൽ ഗൈഡ്. ദെൻ അസൈൻമെന്റ് ഗൈഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മൾ യൂണിവേഴ്സിറ്റി അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ ആപ്പിൽ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ അസൈൻമെന്റ് ഗൈഡ് ബുക്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ ഈ ആൻസേഴ്സ് കോപ്പി ചെയ്ത് എഴുതരുത്. ഈ ആൻസർ ഗൈഡ് ബുക്കും നമ്മുടെ മെറ്റീരിയൽസും എല്ലാം തന്നെ റെഫർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ അസൈൻമെന്റ്സ് എഴുതാനായിട്ട് വേണം. ദെൻ PYQUA, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇതിലൂടെ നമ്മുടെ ലേൺ ബൈ ടീം ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെയാണ് നമ്മുടെ എക്സാംസ് എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസിന്റെ ഒരു സ്ട്രക്ചറും ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതിനെങ്ങനെയൊക്കെ നോക്കി കാണണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനാണ് ഈ ഒരു സെഷൻ. ദെൻ ലൈവ് സെഷൻസ്, എക്സാം ലൈവ് സെഷൻസ്. എക്സാംസിനോട് അടുക്കുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ഒരു സെഷനാണത്. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുകയും അതുപോലെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാനാണ് എക്സാം ലൈവ് സെഷൻസ്. ദെൻ മോഡൽ എക്സാംസ്, ഇഗ്നോ കണ്ടക്ട് ചെയ്യുന്ന അതേ പാറ്റേണിലുള്ള എക്സാംസ് നമ്മളിവിടെ വെർച്വൽ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതാണ് മോഡൽ എക്സാംസ്. അപ്പൊ ഇത്രയും റിസോഴ്സസ് നമുക്ക് ഇവിടെ ലേൺവൈസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കോഴ്സിനായിട്ട്. ഈ റിസോഴ്സസ് എല്ലാം തന്നെ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സ് മുമ്പോട്ട് പോകണം. ഇതിൽ നമുക്ക് ഈ റെക്കോർഡഡ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ ആപ്റ്റ് ആയിരിക്കുന്നത് നമ്മുടെ യൂണിറ്റ്സിനും അതേപോലെ ബ്ലോക്സിനുമായിട്ട്. നമുക്കൊരു ഫുൾ ബ്ലോക്ക് മനസ്സിലാക്കാനായിട്ട്, അതേപോലെ യൂണിറ്റ് പെർ യൂണിറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ റെക്കോർഡഡ് ലെക്ചേഴ്സ് ആയിരിക്കും നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബ്ലോക്ക് അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് കഴിഞ്ഞ് ഓരോ ബ്ലോക്ക് കഴിയുമ്പോഴും ആ ബ്ലോക്കിന്റെ നമ്മുടെ റെക്കോർഡ് ലെക്ചേഴ്സ് കണ്ടു, അത് കഴിഞ്ഞിട്ട് ആ വാല്യൂ ആഡഡ് നോട്ട്സ് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ബ്ലോക്കിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദെൻ അസൈൻമെന്റ് ഗൈഡ് ബുക്സ്, അത് ഞാൻ പറഞ്ഞു നമ്മൾ അസൈൻമെന്റ്സിന് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അസൈൻമെന്റ് ഗൈഡ് ബുക്സ്. അത് ബെസ്റ്റ് ഫോർ ബ്ലോക്സ് ആണ്. ദെൻ PYQUA ആൻഡ് മോഡൽ എക്സാംസ്, ഇതെല്ലാം എക്സാം ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള റിസോഴ്സ് ആണ്. എക്സാമിനേഷൻ ടൈമിൽ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന റിസോഴ്സ് ആണ് PYQUA ആൻഡ് മോഡൽ എക്സാംസ്. അപ്പോൾ ഈ എല്ലാ റിസോഴ്സസും തന്നെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഓരോ എക്കോസിസ്റ്റംസിലും നമുക്ക് തരുന്ന ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ലേണിംഗ് ആൻഡ് റിവിഷൻ സെഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് നമ്മൾ പറഞ്ഞു നമ്മുടെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ആപ്പിന്റെ ആക്സസ് വഴി നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഓരോ ലെസണിന്റെ അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ട്സ് വഴി നിങ്ങൾക്ക് ഓരോ ബ്ലോക്സ് കഴിയുമ്പോഴും അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് വാല്യൂ ആഡഡ് നോട്ട്സ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിട്ടുള്ള സമ്മറി, ഇതെല്ലാം തന്നെ നമ്മുടെ ലേണിംഗ് ആൻഡ് റിവിഷൻ എക്കോസിസ്റ്റത്തിൽ വരുന്ന ലേണിംഗ് ടൂൾസ് ആണ്. ദെൻ അസൈൻമെന്റ് ആൻഡ് റൈറ്റിംഗ്, ഇതിൽ നമുക്ക് എങ്ങനെ അസൈൻമെന്റ്സ് അല്ലെങ്കിൽ റൈറ്റിംഗ്സ് എല്ലാം തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണം, അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, ബാക്കി ഗൈഡ് ലൈൻസ് എല്ലാം എങ്ങനെയാണ്, ഇതിനെല്ലാം കുറിച്ച് തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ദെൻ എക്സാം റെഡിനെസ് എക്കോസിസ്റ്റത്തിൽ വരുവാണെങ്കിൽ എക്സാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് PYQUA, ദെൻ TE മോഡൽസ്, നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ മോഡൽസ് ഉള്ള മോഡൽ എക്സാംസ്,
പിന്നെ എക്സാമിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയറിങ്ങിനായിട്ട് ഒരു ലൈവ് ആയിട്ടുള്ള പ്രോഗ്രാമും ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് എക്സാം റെഡിനെസ് ഇക്കോസിസ്റ്റത്തിൽ വരുന്നത്. ദെൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ അക്കാദമിക് റിലേറ്റഡ് നമ്മൾ അതിൽ നിന്നൊന്ന് മാറിയിട്ട് നമുക്ക് ഉള്ള കുറച്ച് പ്രോഗ്രാംസ് ആണ്. അതായത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് കുറച്ചും കൂടി ഡെവലപ്മെന്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് EEP. അത് നമുക്ക് ആപ്പിൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ദെൻ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ അക്കാദമിക് ഇവന്റ്സ് നമുക്ക് ലേൺ വൈസിലുണ്ട്. ദെൻ വെൽബീങ് സപ്പോർട്ട് ആൻഡ് അപ്സ്കില്ലിംഗ് ഇനിഷ്യേറ്റീവ്സ് നമുക്ക് ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മോറൽ സപ്പോർട്ട് നമുക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ മെന്റർ വഴി നമുക്ക് ഒരു ഹാപ്പിനെസ് അംബാസഡർ ഉണ്ട്. നമുക്ക് ഒരു കൗൺസിലിംഗ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മെന്റർ വഴി അങ്ങനെ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്ത് നമുക്കൊരു ഇന്ററാക്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു കൗൺസിലിങ്ങിന് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അപ്സ്കില്ലിംഗ് പ്രോഗ്രാംസ്, ഇതെല്ലാം തന്നെ നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എക്കോസിസ്റ്റത്തിൽ വരുന്ന ടൂൾസ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിലൂടെ എന്തൊക്കെയാണ് നമ്മൾ നോക്കി പോയിട്ടുള്ളതെന്ന് നോക്കാം. അതായത് തേർഡ് ഇയർ BA ഇംഗ്ലീഷിന്റെ പ്രോഗ്രാമിനെ കുറിച്ചിട്ടും കോഴ്സസിനെ കുറിച്ചിട്ടും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിപ്പോയി. അതായത് 8 തിയറി പേപ്പർ ഉണ്ട് നമുക്ക്. അതിൽ മൊത്തമായിട്ട് 48 ക്രെഡിറ്റ്സ് ആണുള്ളത്. പിന്നെ നമ്മുടെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ കോഴ്സിനെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു പോയി. അതായത് ഓരോ ബ്ലോക്സ് എത്ര ബ്ലോക്സ്, ആ ബ്ലോക്സിൽ എത്ര യൂണിറ്റ്സ് വരുന്നുണ്ട്, ഇതെല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോയി. പിന്നെ നമ്മുടെ കരിക്കുലം എങ്ങനെയാണ് കോർ കോഴ്സസ് ആൻഡ് നമ്മുടെ എലക്റ്റീവ് കോഴ്സസ് BEGC ആൻഡ് BEGE എങ്ങനെയാണ് ബാലൻസ്ഡ് ആയിട്ട് പോയിരിക്കുന്നത്. പിന്നെ ഓരോ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ ഓരോ കോഴ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ സപ്പോർട്ട്സും വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഈ ഒരു സെഷനിലൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിലബസ് ഡീകോഡിങ്ങിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ ജോയിനിങ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.